സിനിമയിലെ മറ്റ് മേഖലകളിലെ പ്രശ്നങ്ങളും ചർച്ചയിൽ വരേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളോടൊപ്പം ഇപ്പോൾ അതിഥിയായി മിറ്റ ചേരുകയാണ്. മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. മിറ്റയാണ് ഇന്ന് അതിഥിയായി. സ്വാഗതം മിറ്റ. ഗുഡ് മോർണിംഗ്. മിറ്റയ്ക്ക് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് ഇപ്പോൾ, എങ്ങനെ കാണുന്നു ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരികയും ഒരുപാട് ആളുകൾ സിനിമയിൽ പ്രശ്നമുണ്ട്, ഞങ്ങൾ അനുഭവിച്ചതാണ് ഇതൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരികയും ചെയ്യുന്നു. എന്ത് തോന്നുന്നു മിറ്റ? എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, സ്ത്രീ ആയാലും പുരുഷനായാലും അവർക്ക് സുരക്ഷ തൊഴിലിടങ്ങളിൽ വേണം. അത് എവിടെ നിന്നാണ് തുടങ്ങേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളിപ്പോ ഒരു സിനിമയുടെ ഭാഗമാകുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കണം, നമ്മളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞത് ചെയ്യുന്നവരായിരിക്കണം. ഏതെങ്കിലും രീതിയിൽ അത് നമുക്ക് കിട്ടാതെ വരുമ്പോഴാണ് നമുക്ക് ഓരോ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഈ സിനിമ എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് തീരുന്നതല്ല. എത്രയോ ദിവസങ്ങള്, ഒരുപാട് പേരുടെ അധ്വാനമാണ്. തിയേറ്ററിൽ വരുമ്പോൾ അത് 1.5 മണിക്കൂർ 2 മണിക്കൂറിൽ തീരും. പക്ഷെ ഒരുപാട് പേര്, അതായത് 10, 12, 15 മണിക്കൂർ കണ്ടിന്യൂസ് നിന്ന് എന്താ പറയാ, ആ ഒരു കല അത് സ്ക്രീനിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത്, അതിൽ ഒരുപാട് എഫേർട്ട് ഉണ്ട്. അതില് എന്താ പറയാ, ഒരുപാട് പേര്, അതായത് ഇപ്പൊ ഡയറക്ടേഴ്സ്, ഫോട്ടോഗ്രാഫർ, അതുപോലെ ടെക്നീഷ്യൻസ്, എല്ലാവരും അവിടെ നിന്ന് ഒത്തൊരുമയായിട്ട് പ്രവർത്തിക്കേണ്ട കാര്യം. അപ്പം ഓരോ വ്യക്തികളുടെ കാര്യവും എടുത്ത് ഓരോന്നായിട്ട് ചെയ്യാൻ ചിലപ്പോൾ പറ്റില്ല എന്നായിരിക്കാം. പക്ഷെ ഈ അതായത് നമ്മള് ഒരു നേതൃത്വ സ്ഥാനത്ത് നിന്ന് ചെയ്യുമ്പോൾ ഇപ്പൊ നമുക്ക് അസിസ്റ്റൻസ് ഉണ്ടാവാം. അപ്പം നമ്മളൊരു എന്താ പറയാ, നമുക്കൊരു സിനിമ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ക്യാരക്ടറും കാര്യങ്ങളും നമ്മൾ ഡിസൈൻ ചെയ്തിട്ട്, അവരുടെ ഹെയർ സ്റ്റൈൽ, അവരുടെ മേക്കപ്പ് നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ ഓൾറെഡി സിനിമ തുടങ്ങുന്നത്, സെറ്റിലേക്ക് വരുന്നത്. അപ്പൊ നമ്മൾക്ക് ആവശ്യമായ മെറ്റീരിയൽസ് എല്ലാം അത് നമുക്ക് കിട്ടേണ്ടതുണ്ട്. നമ്മുടെ ഒപ്പം തന്നെ നിന്ന് പ്രവർത്തിക്കേണ്ടവരാണ് നമ്മുടെ അസിസ്റ്റൻസ്. അത് ഒരു സിനിമയില് ഒരു സെറ്റ് ഓഫ് അസിസ്റ്റൻസ് ആയിരിക്കാം, അതല്ലെങ്കിൽ അടുത്ത സെറ്റിൽ വേറെ ഒരാളായിരിക്കാം. അപ്പൊ അവരും കൂടി നമ്മളോട് സപ്പോർട്ട് ചെയ്ത് നിന്നാൽ മാത്രമേ, എനിക്ക് ഒറ്റയ്ക്ക് ഒരു പക്ഷെ ചെയ്യാൻ പറ്റില്ല ഒരു മൂവി. അപ്പം ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഞാൻ ഈ രംഗത്തേക്ക് കടന്നു വന്നപ്പം എനിക്ക് എന്റെ കൂടെ നിൽക്കുന്നവരെ കൊണ്ടിട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചിട്ടുള്ളത്. അതൊരു കാലഘട്ടം, അതായത് ഞാൻ ഫെഫ്കയുടെ മെമ്പർ ആയതിനു ശേഷം എനിക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും എനിക്ക് ഉണ്ടായിട്ടില്ല. 2022 വരെയുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. അതിലധികം, അതായത് കൂടുതലായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് മെന്റൽ ഹറാസ്മെന്റ് എന്ന് പറയുന്നത്, അതായത് ഒരു സിനിമ തുടങ്ങി അത് തീരുന്നത് വരെ നമുക്ക് സ്ട്രെസ് ആണ്. ഇത് തീർക്കണമല്ലോ, കൂടെ നിൽക്കുന്നവരെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല, പല പല വിഷയങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നൊക്കെ ഉള്ളത്. അതായത് നമ്മൾ ക്രിയേറ്റീവായിട്ട് ചിന്തിച്ച് ഒരു കാര്യം ചെയ്യുമ്പോൾ അതല്ല, അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്ന ഒരു അവസരം ഉണ്ടായാൽ എനിക്ക് ഇത് ക്ലിയർ ആവാൻ വേണ്ടി ഒന്നുകൂടെ ഞാൻ ചോദിക്കണം. ഈ കൂടെ നിൽക്കുന്നവർ എന്ന് പറയുമ്പോൾ അവർ എങ്ങനെയാണ് ഇടപെടൽ നടത്തുന്നതെന്നൊന്ന് വ്യക്തമാക്കി പറയാമോ? അതായത് ഇപ്പൊ ഞാനൊരു സിനിമ കമ്മിറ്റ് ചെയ്തു, എന്റെ കൂടെ 3-4 അസിസ്റ്റൻസ് ഉണ്ടാവും, ഹെയർ സ്റ്റൈലിസ്റ്റ് ഉൾപ്പെടെ. അപ്പം അവരാരും സ്ക്രിപ്റ്റ് വായിച്ചിട്ടുണ്ടാവില്ല. നമുക്ക് ഓരോ ദിവസത്തെ കാര്യം നരേറ്റ് ചെയ്ത് കൊടുക്കാനേ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്കറിയാം ഒരു ക്യാരക്ടർ എങ്ങനെ വിഷ്വലിൽ കൊണ്ടുവരണം എന്നുള്ളത്. അപ്പൊ ഓരോരുത്തരുടെ കാര്യങ്ങൾ നമ്മൾ അവർ പറഞ്ഞേൽപ്പിക്കുക ചെയ്യുക, നിങ്ങൾ അത് ചെയ്തോളണം, അതാണ് അതിന്റെ കണ്ടിന്യൂറ്റി എന്ന് പറയുമ്പോൾ ഇതൊരു വ്യക്തമായി മനസ്സിലാക്കാനിട്ടോ അല്ലെങ്കിൽ ആ വർക്ക് എന്താ പറയാ, അതിലെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാനോ വേണ്ടിയിട്ടാണ് പലപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. അപ്പൊ അവിടെ അതൊരു പ്രശ്നമായി മാറുവാണ്. കാരണം ഡയറക്ടർ ആയാലും ക്യാമറമാനായാലും എന്നോടാണ് ചോദിക്കുന്നത്, അതിന്റെ കണ്ടിന്യൂറ്റി വ്യത്യാസം ഉണ്ടല്ലോ, അല്ലെങ്കിൽ അത് ഇങ്ങനെയല്ലല്ലോ നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളത് അവരെ പറഞ്ഞു മനസ്സിലാക്കുമ്പോൾ അവര് പറയുന്ന കാര്യം, നിങ്ങൾക്കൊന്നും അറിയില്ല, ഞങ്ങൾക്ക് അറിയാം, ഞങ്ങൾ കുറെ വർക്ക് ചെയ്തതാണ് എന്ന് പറഞ്ഞുകൊണ്ടിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ആദ്യത്തെ സിനിമ മലയാളത്തിൽ ഞാൻ 2017 ആദ്യമായിട്ട് മലയാള സിനിമ ചെയ്യുന്നത്. അതിനു മുന്നേ അന്യഭാഷ ചിത്രങ്ങളാണ് ഞാൻ കൂടുതലും ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്റെ ആദ്യത്തെ സിനിമ പോലും എനിക്ക് വളരെയധികം പേടിപ്പെടുത്തുന്ന അനുഭവങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോയിട്ടുള്ളത്. എത്രയോ സ്ത്രീകൾ അതിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതും എനിക്കത് അഭിമാനമാണ്. പക്ഷെ എങ്കിൽ കൂടിയും ആ ഒരു അത്രയും ദിവസം ആ സെറ്റില് എനിക്ക് ഉണ്ടായ ബുദ്ധിമുട്ട് ചെറുതല്ല. മറ്റേ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? പ്രധാനമായും അതാണ് അറിയേണ്ടത്. പ്രത്യേകിച്ച് ആദ്യത്തെ സിനിമയിൽ തന്നെ അങ്ങനെ വരുമ്പോഴേക്കും ആ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരുന്നു, എന്തൊക്കെയാണ് നേരിടേണ്ടി വന്നത്? അതായത് സിനിമ തുടങ്ങുന്നതിന് ഒരു 10 ദിവസം മുന്നേ തന്നെ ഞങ്ങള് സെറ്റിൽ ചെന്നിരുന്നു.
എല്ലാ ടെക്നീഷ്യൻസും ഉണ്ടായിരുന്നു. അപ്പം അതായത് ഈ സിനിമയിലേക്ക് ഞാൻ പോകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഒരു ടീമിനെ ഞാൻ സെറ്റ് ചെയ്തു. എന്റെ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങാൻ നേരമായപ്പോഴാണ് എനിക്ക് കോൾ വരുന്നത്. ഈ അസിസ്റ്റന്റ് ആയിട്ട് മെയിൻ എന്റെ അസോസിയേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളുണ്ടായിരുന്നു. പുള്ളി വിളിച്ചിട്ടും പറഞ്ഞു, എനിക്ക് പെർ ഡേ 3500 രൂപ തന്നാലേ എനിക്ക് വരാൻ പറ്റത്തുള്ളൂ. ഈ അസിസ്റ്റൻസിന്റെ യൂണിയൻ ബാറ്റയാണ് നമ്മൾ ഓൾറെഡി പ്രൊഡക്ഷനിൽ നിന്ന് കൊടുക്കുന്നത്. അപ്പോ 3500 രൂപ എന്ന് പറയുന്നത് എനിക്ക് പോലും അത്രയും ബാറ്റ് ഇല്ല, എനിക്ക് പോലും അത്രയും കിട്ടില്ല. അപ്പോഴാണ് എന്റെ അസോസിയേറ്റ് പറയുന്നത് എനിക്ക് ഇത്രയും വേണം. അപ്പം അത് നടക്കില്ല. അപ്പം ഞാൻ പറഞ്ഞു പറ്റത്തില്ല, കാരണം ഓൾറെഡി ഒരു യൂണിയൻ ബാറ്റ് ഉണ്ട്, അപ്പൊ അതനുസരിച്ച് അവർക്ക് തരാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അവർ ഒന്ന് ശരിയാണ്, ഞങ്ങളുടെ ടീം വരുന്നില്ല. ഞാൻ ലൊക്കേഷനിലേക്ക് പോകാൻ ഏതാണ്ട് 2 മണിക്കൂറേ അവശേഷിക്കുന്നുള്ളൂ. എനിക്കാണെങ്കിൽ നല്ലൊരു വലിയൊരു ട്രാവലും ഉണ്ട്. അങ്ങനെ ആ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴാണ് ഞാൻ ഒന്ന് ഇടപെട്ട് ചോദിക്കുകയാണ്, മിറ്റ അത് ഒരു സ്ത്രീ ആയതുകൊണ്ടാണോ അതോ നവാഗത ആയതുകൊണ്ടാണോ, പുതിയ സിനിമ ചെയ്യുന്നത് കൊണ്ടാണോ അതോ ഈ സാഹചര്യങ്ങളെ കുറിച്ച് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണോ, എന്താണത്? സാഹചര്യങ്ങളെ കുറിച്ച് അറിയാഞ്ഞിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവര് എത്രയോ നാളായിട്ട് വർക്ക് ചെയ്യുന്നവരാ. അപ്പൊ അവർക്കറിയാം ഒരു ബാറ്റ് എത്രയാണ് കിട്ടേണ്ടതെന്നുള്ളത്. അവർക്ക് അതിൽ നിന്ന് ഒഴിമാറാൻ തന്നെയായിരുന്നു. മനഃപൂർവ്വം ഒരു പ്രതിസന്ധി ഉണ്ടാക്കുക എന്നുള്ളതാണ് അല്ലെ? അതെ. അപ്പൊ ആ പ്രതിസന്ധി സൃഷ്ടിച്ച ശേഷം പിന്നെ നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്കൊരു കോള് വരുവാണ്, വിത്ത് അസിസ്റ്റൻസ് ഒക്കെ ആയോ എന്നുള്ളത്. അപ്പം നമ്മളൊരു ലൊക്കേഷനിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് തന്നെ അങ്ങനെ ഒരു കോള് വരിക എന്ന് പറയുമ്പോൾ അതിലൊരു ചെറിയൊരു ഇതുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല സാർ, എനിക്ക് ഞാനിങ്ങനെ പ്രതിസന്ധിയിൽ നിൽക്കുവാണ്, പെട്ടെന്ന് തന്നെ ഒരു ടീമിനെ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. കാരണം അതുവരെയും എന്റെ ടീം എന്ന് പറയുന്നത് ചെന്നൈയിൽ നിന്നും മുംബൈയിൽ നിന്നും ആണ് ഞാൻ കുട്ടികളെ എന്റെ അസിസ്റ്റൻസ് ആയിട്ട് വിളിച്ചിരുന്നത്. മലയാള സിനിമയല്ലേ എന്ന് കരുതിയിട്ട് ഞാൻ ഇവിടെ നിന്ന് തന്നെയാണ് ആളുകളെ സെറ്റ് ചെയ്തത്. അപ്പൊ അതിനു മുന്നേ ചെയ്ത എല്ലാ പടങ്ങളും തന്നെ ചെന്നൈയിൽ നിന്നും മുംബൈയിൽ നിന്നുള്ള എന്റെ തന്നെ, ഞാൻ മുംബൈ യൂണിയന്റെ ഭാഗമാണ്. അപ്പൊ ആ യൂണിയനിൽ തന്നെയാണ് ഞാൻ കുട്ടികളെ എടുത്തിരുന്നത്. അപ്പൊ ഈ രണ്ടും, അപ്പൊ അവര് എനിക്ക് വന്ന കോളിൽ പറഞ്ഞു, ഓക്കെ മിറ്റ, ഡോൺ വറി, നമ്മളൊരു സെറ്റ് ഓഫ് അസിസ്റ്റൻസിനെയും ഹെയർ സ്റ്റൈലിസ്റ്റിനെയും അയക്കാം, അപ്പം ഒന്നും പേടിക്കണ്ട, ടെൻഷൻ അടിക്കണ്ട എന്ന്. ആ ഒരു തിരക്കിൽ ഞാൻ ചിന്തിച്ചില്ല ഈ കോളിന്റെ ഒരു പ്രസക്തിയും പെട്ടെന്ന് തന്നെ ഒരു ടീമിനെ സെറ്റ് ചെയ്ത് 2 മണിക്കൂറിൽ തരാമെന്നൊക്കെ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടോ എന്ന് ചിന്തിക്കാനായിട്ട് ആ സമയത്ത് എനിക്ക് സാധിച്ചില്ല. കാരണം കേരളത്തിലെ പല കാര്യങ്ങളും അത്രയും എനിക്ക് അറിവില്ല. അങ്ങനെ ഒരു 2 മണിക്കൂറിനുള്ളിൽ എല്ലാവരും വരുന്നു, ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെടുന്നു. സെറ്റിൽ ചേർന്ന ശേഷം നമ്മൾ ട്രയലും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ആദ്യം മുതൽ തന്നെ എനിക്ക് തോന്നി, നമ്മളവിടെ ചെന്നിട്ട് നമ്മളിതിലൂടെ ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, കാര്യങ്ങള് നമ്മളിങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവരതിനെ ഒപ്പോസ് ചെയ്യുക, അതിനത് എതിർക്കുക. അതെങ്ങനെ പറ്റും? കാരണം ഓരോ മൂവിയും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പരീക്ഷണം അല്ലെങ്കിൽ റിസർച്ചാണ്. കാരണം നമ്മൾ ഒരിക്കൽ ചെയ്തതല്ല വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. ഞാൻ എന്റേതായ ഒരു ക്രിയേറ്റിവിറ്റി എന്തെങ്കിലും അതിനെ ഉൾപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരു 2-3 ഡേയ്സ് ആയി കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി ഇത് എന്താ പറയാ, വളരെയധികം നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ പറയുന്ന രീതിയിലല്ല അവര് പോകുന്നത്. അപ്പൊ ഇത് ഞാൻ മാത്രമല്ല, കൂടെയുള്ളവര് നോട്ട് ചെയ്യുന്നുണ്ട്. അപ്പം പ്രൊഡക്ഷനിൽ നിന്ന് 4-ാം ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്ത് ടീമിനെ മാറ്റണം, അവര് മൊത്തത്തിൽ നമുക്കത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. എനിക്കത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അത് മൊത്തത്തിൽ എല്ലാവരുടെയും തീരുമാനമായിരുന്നു. അപ്പം എന്റെ കൂടെ വന്ന ഹെയർ സ്റ്റൈലിസ്റ്റ് ഉണ്ട്, ഞാൻ അവരെ വിളിച്ചിട്ട് പറഞ്ഞു, കാരണം ഇങ്ങനെ ചെറിയ പരാതികൾ കേൾക്കുന്നുണ്ട്, സിനിമ തുടങ്ങിയിട്ടില്ല, ഇനിയും 5 ദിവസം കൂടി എടുക്കും സിനിമ തുടങ്ങാനായിട്ട്. അപ്പൊ അതുകൊണ്ട് ഇതുവരെയുള്ള നിങ്ങളുടെ പേയ്മെന്റ് പ്രൊഡക്ഷൻ തരാൻ തയ്യാറാണ്. എന്റെ മാത്രം തീരുമാനം അല്ല അത്. കാരണം ഇനിയും ഒരു 10-60 ദിവസം നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ നമ്മളിപ്പം നിൽക്കാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഇതിന്, അതായത് പൈസ മേടിച്ചിട്ട് നിങ്ങൾക്ക് പോവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാം. ആ 2 ഓപ്ഷനാണ് ഞാൻ പറഞ്ഞത്. എന്റെ മാത്രം തീരുമാനം അല്ല എന്ന് കൂടി ഞാൻ പറഞ്ഞിരുന്നു. അല്ല മറ്റേ ഒരു കാര്യം ചോദിക്കുകയാണ്, ഇപ്പോൾ പ്രത്യേകിച്ച് ഈ അവസരങ്ങൾ കിട്ടുന്നത് സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ മേക്കപ്പ് തന്നെ നമ്മളിപ്പോ ആദ്യം തന്നെ സിനിമകളിൽ എഴുതി കാണിക്കുന്ന സമയത്ത് വരുന്ന ഒരു പേരുകളിലാണെന്നല്ലോ. പക്ഷേ ഈ ഗ്രൂപ്പായിട്ടുള്ള ഈ ആളുകളുടെ പേരുകളൊന്നും കാണുന്നില്ല. നമ്മൾ ഈ ഒരു അസിസ്റ്റൻസിനെ എടുത്ത് നോക്കിയാൽ പോലും, അല്ലെങ്കിൽ അങ്ങനത്തെ അവരുടെ പേരുകൾ, പ്രധാനമായും അവരുടെ പേരുകളൊന്നും കാണാതെ ഒരു പേരിലൊക്കെ ചുരുങ്ങാറുണ്ട്. ഈ ഒരു അംഗീകാരം ഇല്ലായ്മ, അങ്ങനെ ഒരു സംഭവം സെറ്റിൽ മാത്രമല്ല പ്രേക്ഷകരിലേക്ക് എത്തുന്നതുണ്ടോ? അല്ല, ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള അവരുടെയാണ് പേരുകൾ സിനിമ തുടങ്ങുമ്പോൾ എഴുതി കാണിക്കുന്നത്. അതിനുശേഷം അവസാനം തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും വർക്ക് ചെയ്ത എല്ലാ
അസിസ്റ്റന്റിന്റെ പേരടക്കം അവർ എഴുതി കാണിക്കുന്നുണ്ട്. അത് സിനിമ കഴിയുമ്പോൾ തന്നെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നില്ല. എല്ലാവരും ആരൊക്കെ അതിന് വർക്ക് ചെയ്തിട്ടുണ്ടോ അവരെല്ലാവരും തന്നെ ഇപ്പൊ മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റ്, ആർട്ട് ഡിപ്പാർട്ട്മെന്റ്, കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്ത എല്ലാവരുടെ പേരുകൾ പ്രത്യേകമായി എഴുതി കാണിക്കാറുണ്ട്. ആരെയും അങ്ങനെ ഒഴിവാക്കിയ ചരിത്രം എനിക്കതറിയില്ല. എന്റെ കൂടെ വർക്ക് ചെയ്ത എല്ലാവരും പേരങ്ങനെ വന്നിട്ടുണ്ട്. ശരി, മിറ്റ പറഞ്ഞു നിർത്തിയത് ഇതിപ്പോ ഒരു വ്യക്തിയുടെ ആണോ, ഒരു ഒരു വ്യക്തിയാണോ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്, അതൊരു ഗ്യാങ് ആയിരുന്നു ഞാൻ ചോദിക്കുന്നത്? മിറ്റ അല്ല, അതൊരു വ്യക്തിയാണ്. അങ്ങനെ അവര് പോയി. അതെ, അത് പോയി. അപ്പം എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ഞാൻ ആദ്യമായിട്ട് കടന്നു വന്നൊരു സ്ത്രീയാണ്. അപ്പൊ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഈഗോ എന്നോട് ഉണ്ടായി കാണണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം വരില്ല. പിന്നെ എനിക്ക് ഇവിടെ തന്ന എന്റെ ഒരു ഇതുണ്ടല്ലോ, മെന്റർ ഉണ്ടല്ലോ. അപ്പൊ എനിക്ക് തോന്നിയെന്ന് വെച്ചാല് അവര് പറയുന്നത് അവർ കേൾക്കുന്നുള്ളൂ. കാരണം ഇത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തില് ഇതിനുവേണ്ടി കാത്തിരുന്നു, അതിനുശേഷം എന്തെങ്കിലും ഒരു പ്രശ്നം അവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവരത് ചെയ്തതെന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായി. പരാതി എന്തെങ്കിലും ആർക്കെങ്കിലും എവിടെയെങ്കിലും കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നോ? അല്ല, അതിനുശേഷം സംഭവിച്ച കാര്യമാണ് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായത്. അവര് പോയ ഉടനെ തന്നെ ഞാൻ ബോംബെയിലേക്ക് വിളിച്ചു. അങ്ങനെ എന്റെ കൂടെ വർക്ക് ചെയ്തൊരു കുട്ടീനെ ഞാൻ വിളിപ്പിച്ചു എന്റെ കൂടെ വർക്ക് ചെയ്യാനായിട്ട്. ആ കുട്ടി വന്നു. അങ്ങനെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ സിനിമ തുടങ്ങി 2-ാം ദിവസം തന്നെ എന്നെ കുറിച്ച് നല്ല രീതിയിലുള്ള ഒരു സൈബർ ആക്രമണം ഫേസ്ബുക്കില്. അന്ന് ഇൻസ്റ്റ അത്രയും ഇതല്ല, ഒരുപാട് ആളുകളില്ല. ഫേസ്ബുക്കില് എന്നെയും എന്റെ കുട്ടികളുടെയും ഹസ്ബൻഡിന്റെയും ഫോട്ടോ വെച്ചിട്ട് കുറെ അധികം മോശമായിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ ആ സ്ത്രീ എഴുതി ഇട്ടത്. അതായത് 1 മാസത്തോളം എനിക്ക് ഫോൺ തുറക്കാൻ പറ്റുന്നുണ്ടായില്ല. പിന്നെ ഞാൻ നിന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാല് നെറ്റ്വർക്ക് കുറച്ച് ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു. എന്ത് തന്നെയാലും ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. ഒരു 30 ദിവസത്തേക്ക് ഫോൺ പിന്നെ ഞാൻ തുറന്നിട്ടില്ല. കാരണം ഓരോ ദിവസവും ഇതുപോലുള്ള ഞാൻ തുറക്കുമ്പോൾ ഇതാ മുഴുവൻ കാണുന്നത്. ഒരുപാട് കോൾസ് എനിക്ക് വരുന്നു. വാട്ട്സ് ഹാപ്പനിങ് ദെയർ, സേഫ് ആണ്, ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ഞങ്ങൾ അറിയുന്നുണ്ടല്ലോ, എന്താണ് അവിടെ സംഭവിക്കുന്നത്. അപ്പൊ ഞാൻ ആർക്കും മറുപടി കൊടുത്തില്ല. കാരണം എനിക്ക് വല്ലാത്തൊരു ഭയം തോന്നി തുടങ്ങി. വെച്ചാല് എന്റെ കുട്ടികളും എന്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വിളിച്ചിട്ട് പറഞ്ഞു, ഒരിക്കലും ഇതൊന്ന് ക്വിറ്റ് ചെയ്യരുത്, എന്തൊക്കെ വിഷയം ഉണ്ടെങ്കിലും നിങ്ങൾ ഉറച്ചു നിൽക്കണം. എന്റെ ആദ്യത്തെ മലയാളം മൂവിയാണ്. എന്ത് പ്രശ്നം ഉണ്ടായാലും, കാരണം ഇതൊരു വലിയൊരു നല്ല ടീമാണ്. അപ്പൊ എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും അതൊക്കെ മിണ്ടാതിരിക്കുക, നിങ്ങളുടെ വർക്ക് ചെയ്യുക, ഫോൺ തുറക്കണം. 1 മന്തോളം അതങ്ങനെ പോയി. 1 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഞാൻ പ്രതികരിക്കുന്നില്ല എന്ന് തോന്നി കഴിഞ്ഞപ്പോൾ അവർ ആ ഫേസ്ബുക്ക് ഐഡിയും കളഞ്ഞിട്ട് അവര് ആ പരിപാടി നിർത്തി. അപ്പൊ ഇതിന്റെ ഇടയിൽ എന്നോട് ഒരുപാട് പേര് പറഞ്ഞു, എറണാകുളത്ത് ചെന്നിട്ട് കമ്മീഷൻ ഓഫീസിൽ ചെന്ന് കംപ്ലൈന്റ് ചെയ്യൂ, കാരണം ഇത് ശരിയായ ഒരു നടപടിയല്ല. എന്നെ മാത്രമല്ലല്ലോ, എന്റെ കൊച്ചു കുട്ടികളെയും ഹസ്ബൻഡിനെയും ഫാമിലിയിലും മൊത്തം ഫോട്ടോ എല്ലാം, ഇതായത് ഫേസ്ബുക്കിലൊക്കെ പല ഫോട്ടോസ് എടുത്തിട്ടാണ് ഇവരിതിനെ കുറിച്ച് എഴുതി വെച്ചിരുന്നത്. അപ്പൊ ഞാൻ ചിന്തിച്ചൊരു കാര്യം, എന്റെ ഒരു സ്വപ്നമായിരുന്നു ഈ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോ ചെറിയ ഡിസ്റ്റർബൻസ് പോലും എനിക്ക് വരണ്ട, അവരെന്താന്ന് വെച്ചാൽ അവർ ചെയ്തോട്ടെ. പിന്നെ ഞാൻ അന്ന് ഇവിടുത്തെ FKയുടെ മെമ്പർ അല്ല ഞാൻ. അപ്പൊ എനിക്ക് പോയി പരാതിപ്പെടാനായിട്ടുള്ള സ്പേസ് എന്ന് പറഞ്ഞത് മുംബൈ യൂണിയനാണ്. അപ്പൊ കേരളത്തിലെ ഒരു പ്രശ്നം അവരന്ന് അങ്ങനെയാണ്, അത്രയും ഇതായിട്ടുള്ളതാണ്. അപ്പൊ അവര് പറഞ്ഞത് ഞാൻ വിളിച്ചിരുന്നു അവർക്കത് കൈകാര്യം ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. ഒരുപക്ഷെ ഞാനന്നൊരു FKയുടെ മെമ്പർ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരില്ലായിരുന്നു. സംഘടനയുടെ ഭാഗമല്ലാതെ പ്രശ്നങ്ങളാണ് എന്നുള്ളത് ഞങ്ങൾക്ക് വ്യക്തമാണ്. മിറ്റ, എന്തായാലും ഇത്തരത്തിലുള്ള, അതായത് ലൈംഗിക ആരോപണം, അത്തരത്തിലുള്ള പരാതികൾക്കിടയിൽ നിങ്ങൾ അനുഭവിച്ച മാനസിക പീഡനം അത് അത്രത്തോളം തന്നെ വലുതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് മിറ്റയുടെ വാക്കുകളിൽ നിന്നും. എന്തായാലും ഞങ്ങൾക്കൊപ്പം ചേർന്നതിന്, എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാകും, എല്ലാ പ്രശ്നങ്ങളും മറനീക്കി പുറത്തു വരും, നടപടികൾ ഉണ്ടാകുമെന്ന് ഞങ്ങളും പ്രതീക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു. വളരെയധികം നന്ദി ഞങ്ങൾക്കൊപ്പം ചേർന്നതിന്. താങ്ക് യു സോ മച്ച്. നന്ദി മിറ്റ.